ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ നട കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഞങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ എത്തി. അപ്പോൾ ഞാൻ എന്തായാലും രാവിലെ എത്തിയിട്ടില്ല, പക്ഷേ ഞാൻ വന്ന നിലയ്ക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ നമ്മളുടെ വീട്ടിൽ തന്നെ വന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഇതിപ്പോൾ ഇന്ന് രാവിലെ അതിരപ്പിള്ളിയിൽ എണീറ്റ വിശേഷമാണ്. അങ്ങനെ ഇന്ന് പതിവിൽ വിട്ട് നേരത്തോടെ എണീറ്റു. നമ്മൾ കിടക്കുന്ന സ്ഥലമല്ലല്ലോ, അപ്പോൾ വേറൊരു സ്ഥലത്ത് കിടക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് നേരത്തോടെ എണീക്കും. പ്രത്യേകിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നിറച്ച് നല്ല കിളികളുടെയും ഇതിൻ്റെയൊക്കെ ശബ്ദമൊക്കെ കേട്ട് എന്താ പറയുക, നിറച്ച് മരങ്ങളും കിളികളും ഒക്കെയുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസമുണ്ട്. നമ്മുടെ വീട്ടിലിങ്ങനെ ഒരനക്കല്ലാണ്ട് കിടക്കുന്ന പോലെയല്ലല്ലോ. അപ്പോൾ ഞാൻ നേരത്തോടെ എണീറ്റ് പിന്നെ ഇന്ന് രാവിലെയാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തത് കേട്ടോ, ഇന്ന് വന്ന വീഡിയോൻ്റെ. അത് എനിക്ക് എന്താ പറയുക, കുട്ടികളുടെ കണ്ടൻ്റ് ആയതുകൊണ്ട് കമൻസ് ടേൺഡ് ഓഫ് ആയിരുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി, എന്നാലും അത് സാരമില്ല, നിങ്ങൾക്കത് എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ലോ. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി. പതുക്കെ ആരും എണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ മുറ്റത്തൊക്കെ ഇറങ്ങി ആ പരിസരവും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തതാണ് കേട്ടോ. ഇതാണ് നമ്മളുടെ റൂം. 38 നമ്പർ, 35 ഡോണും ഡിവൈനും ഒക്കെ അവിടെയുള്ളത്. അങ്ങനെ ഞങ്ങൾ കയറുമ്പോൾ തന്നെ ഇത് കയറുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു കബേർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പിന്നെ അതൊന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല. നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും, ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രി ഒരു 4 മണി ഒക്കെ, ഇന്നലെ സന്ധ്യയ്ക്കൊരു 4 മണിക്കൊക്കെ ചെക്ക് ഇൻ ചെയ്തെങ്കിലും ഇന്ന് 11:30-12 ആയപ്പോഴേക്കും ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ പാച്ചുട്ട നല്ല ഉറക്കമാണ്. അപ്പോൾ രാവിലെ തന്നെ ഡിംപിളും ഡിവൈനും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. അവർ രണ്ടുപേരും ഇന്നലെ വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ ആകുമ്പോൾ നല്ല സുഖമായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി പോയി. പക്ഷേ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ ശല്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാനും ഡാഡിയും 2 കോഫി, അവിടെ ഹീറ്ററുണ്ട്, അപ്പോൾ അതിൽ ഹീറ്ററിൽ ബാക്കി സാധനങ്ങളൊക്കെ അവർ ഇന്നലെ രാത്രിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലേക്കുള്ളത് വേറെ എക്സ്ട്രാ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിച്ച് ഞങ്ങൾ രണ്ടുപേരും കോഫിയൊക്കെ കുടിച്ച്, കുറച്ച് കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം കേട്ടോ ഞാൻ രാവിലത്തെ വോയിസ് ഓവർ പറഞ്ഞത്. അതുകൊണ്ട് ഭയങ്കര എക്കോ ആയിരുന്നു തോന്നുന്നുണ്ട്. അതിൽ 1-2 പേര് പറഞ്ഞു, പക്ഷേ നിങ്ങൾക്ക് സാഹചര്യം മനസ്സിലാവുമല്ലോ, കാരണം അവിടെ റേഞ്ച് ഉണ്ടായിരുന്നില്ല. രാത്രിയിൽ എനിക്ക് സൈലൻ്റായിട്ട് നിന്ന് ചെയ്യാമെന്ന് വെച്ചാൽ റേഞ്ച് ഉണ്ടായിരുന്നില്ല. പിന്നെ ഭയങ്കര ഒച്ചയായിരുന്നു അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ. അപ്പോൾ എനിക്കൊന്നും പറ്റിയില്ല. അപ്പോൾ രാവിലെ ഉള്ളതുപോലെ ഞാൻ അങ്ങോട്ട് ചെയ്തതാട്ടോ. അങ്ങനെ ഞാൻ ഇറങ്ങി. ഞാൻ നോക്കുമ്പോൾ ഞാൻ ചെന്നാലും ഇവർക്ക് വല്ല ഫോട്ടോസ് എടുക്കേണ്ടതുണ്ടാവുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങളിതാ വെറുതെ ജസ്റ്റ് വെള്ളത്തിലിരിക്കണം, കുട്ടികളൊന്നും ഇല്ലാത്ത നേരത്തെ ഇരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോഴേക്കും അങ്ങേപ്പുറത്ത് ഇപ്പം നമ്മളിരിക്കുന്നത് ഒരു പ്രൈവറ്റ് ഒരു സ്പേസ് കേട്ടോ, അവിടേക്ക് അങ്ങനെ ആരും വരില്ല. പക്ഷേ അപ്പുറം ഇപ്പുറമൊക്കെ എന്താ പറയുക, പബ്ലിക്കായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതിൽ കൂടെ എല്ലാവരും വരുമ്പോൾ പോക്കൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ പറയായിരുന്നു നല്ലൊരു എന്താ പറയുക സൂര്യോദയം കണ്ടു എന്ന്. കുറേ കാലങ്ങളായിട്ട് ഇങ്ങനത്തെ ഒരു കാഴ്ചയൊന്നും കാണാത്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അത് കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വേറെ കുറേ കാലങ്ങൾക്ക് ശേഷം വേറൊരു അന്തരീക്ഷത്തിലേക്ക് വന്ന പോലെ സംഭവം. നമ്മൾ നേരത്തോട് നേരം അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഒരു എന്താ പറയുക, മനസ്സും ശരീരത്തിനൊക്കെ ഒരു റെസ്റ്റ് കിട്ടാമെന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നലെയും കുറച്ച് നേരം വെള്ളത്തിലിരുന്നു, ഇന്നും കുട്ടികളെ വെള്ളത്തിലിരുത്തി. സംഭവം ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ എനിക്ക് പറ്റില്ല, കാരണം സ്ട്രൈക്ക് വന്നു. അപ്പോൾ നമ്മളത് ഇനി സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ശരിക്കും പണി കിട്ടും. കാരണം നമ്മൾ എങ്ങനെ വന്നാലും കുട്ടികളുടെ കണ്ടൻറ്റാണ്. അപ്പോൾ കുട്ടികളെ കാണിക്കാണ്ട് നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട്, പക്ഷെ കാണിക്കുന്ന അവസരത്തിൽ അറിയാണ്ട് ഇങ്ങനെ ആവണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഫോട്ടോസൊക്കെ ഒന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയതാട്ടോ. അങ്ങനെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നിറച്ച് മാങ്ങാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്നലെ ചാടി പൊട്ടിച്ചില്ല. ആ മാവ് കംപ്ലീറ്റ് മുറിക്കുന്നു. സങ്കടമായി ഞങ്ങൾക്ക്, കാരണം അത്രയധികം മാവുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നോക്കിയറിയാം, തൊട്ടപ്പുറത്ത് ഷീറ്റ് പകുതി മേഞ്ഞിട്ട്, പകുതി മേയണമെങ്കിൽ ഈ മാവിൻ്റെ കൊമ്പ് വെട്ടണം, അല്ലാണ്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ വേണ്ടി അത് വെട്ടണം. അപ്പോൾ വെട്ടുന്ന ചില്ലകളിലൊക്കെ നിറച്ച് മാങ്ങിയ. അപ്പോൾ ആ ചേട്ടൻ 1-2 ചില്ല ഇപ്പുറത്തേക്ക് ഇട്ടു കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് നമ്മളോട് മാങ്ങ പൊട്ടിച്ചോളാൻ പറഞ്ഞു. കാരണം ആ ചേട്ടന് മുകളിൽ നിന്ന് പൊട്ടിച്ചിങ്ങോട്ട് ഇടാനായിട്ട് പറ്റില്ല, ആൾ അറക്കാനിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ 2-3 മാങ്ങ മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് വന്നു. കുട്ടികളൊക്കെ ഡ്രസ്സ് മാറി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പുറപ്പാടാണ്. അപ്പോൾ അവിടെ തന്നെ 8 മണി തൊട്ട് 9:30 വരെയാണ് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി. അപ്പോൾ ഞാൻ റൂമിൽ വന്നതിന് ശേഷം ഇന്നലെ രാത്രി വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഡ്രസ്സ് ഇട്ടെങ്കിലും ഞാൻ വെള്ളത്തിലിറങ്ങിയൊന്നും ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ രാത്രി വന്ന് ഞാൻ നൈറ്റ് ഡ്രസ്സൊക്കെ കാര്യങ്ങളൊക്കെ മാറിയതുകൊണ്ട് ഞാൻ പിന്നെ ഇനി 3ാമതൊരെണ്ണം മുഷിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ സെയിം സംഭവം ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇറങ്ങിയത്. അങ്ങനെ നൈറ്റി ഒന്ന് മാറിയെന്ന് മാത്രം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്.
അപ്പോൾ രാവിലെ എണീറ്റപ്പോഴേക്കും അവിടുത്തെ ആ മോൻ വന്ന് ഇതേ ഫുൾ ക്ലീനാക്കി തുടങ്ങി, ഒരു വശത്തുനിന്ന് അടിച്ചു തുടങ്ങി. അപ്പോൾ ഡിംപിളിന് അവിടെ പൂവ് കണ്ടപ്പോൾ അവിടെ ഒരു പൂതി, അപ്പോൾ അത് തലയിൽ വെച്ചപ്പോൾ ഡിവൈൻ കളിയാക്കുക, ഇതെന്ത് പഴയ 60s നായികയോ എന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കട്ടെ. അപ്പോൾ അത് ഡിംപിളിനെ കണ്ടപ്പോൾ തോമുട്ടന് ഭയങ്കര അത്ഭുതം. തോമുട്ട ഇങ്ങനെ നോക്കുക, അപ്പോൾ പാച്ചുട്ടന് ഒരു അത്ഭുതവും തോന്നിയില്ല. അപ്പോൾ ഡിവൈൻ പറയായിരുന്നു, പാച്ചുട്ടൻ അമ്മയുടെ കുറേ കോമാളിത്തരം കണ്ട കാരണം അവനൊരു അനക്കമില്ല, തോമുവാണ് ആകെ കുടഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന്. അങ്ങനെ ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ, നിങ്ങൾ ഇന്നലെ കണ്ടല്ലോ നമ്മൾ കഴിക്കുന്ന മറ്റേ ഹോള്, അപ്പോൾ അവിടെ വന്നു. അപ്പോൾ ചാക്കോച്ചൻ ഫസ്റ്റ് സ്ഥലം പിടിച്ചിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഇന്നലെ തന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടും കടലയും മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ബ്രെഡും ജാമും പിന്നെ കാപ്പി പിന്നെ ബോയിൽഡ് എഗ്ഗ്, ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം കുറേ വിഭവം ഒരുക്കി വെച്ചിട്ട് എല്ലാത്തിൽ നിന്ന് ഓരോന്ന് കഴിക്കണേക്കാളും നമ്മൾക്ക് നല്ലത്, അവർക്കും പണിക്ക് കുറവ്, അങ്ങനെ അധികം ഗസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഓരോരുത്തർക്കും എന്താണോ വേണ്ടത് അതാണ് അവർ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ കുറച്ച് മതി, കാരണം കൂടെ. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സ്റ്റാഫ് ഇതെടുത്തോളാം. അപ്പോൾ ഓരോരുത്തർക്കും ഇന്നലെ ഞാൻ പറഞ്ഞു 2-3 റൂമിൽ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓരോരുത്തരും അവർക്ക് ആവശ്യമുള്ളതാണ് പറയണത്. അപ്പോൾ നമ്മൾ ഈ 5 പേര് തന്നെ 2-3 വിഭവം പറയുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുട്ടും കടലയും പറഞ്ഞു. നല്ല കടലക്കറിയും നല്ല പുട്ടുമായിരുന്നു, പിന്നെ ബോയിൽഡ് എഗ്ഗ്, പിന്നെ നമ്മളുടെ ബ്രെഡും ജാമും. കുട്ടികൾക്ക് ബ്രെഡും ജാമും കൊടുത്തു. പിന്നെ പുട്ട് ചാക്കോച്ചൻ മാത്രം പുട്ട് കഴിച്ചുള്ളൂ. ചാക്കോച്ചൻ നാടൻ ഫുഡിൻ്റെ ആളാട്ടോ, അവന് പുട്ടും അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇഷ്ടം. അങ്ങനെ ഞങ്ങളിതേ ബ്രേക്ക്ഫാസ്റ്റ് വയറ് നിറച്ച് കഴിച്ച്, പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിലത്തെ പോലെ നമ്മൾ റിലാക്സ് ചെയ്ത് എവിടെയും പോകാനില്ല, ബാക്കി സമയം നമ്മൾ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരു ബഹളങ്ങളും ഇല്ലാണ്ട്. അപ്പോൾ ഞാനെപ്പോഴും പറയണത് അതാണ്. ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ബന്ധുവീടുകളുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ, നമ്മൾ 2 ദിവസം നമ്മുടെ വീട്ടിലൊന്ന് മാറി നിൽക്കുക. ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ, ഇപ്പോൾ ഡിംപിളുടെ ഈ പ്രായത്തിലൊക്കെ എനിക്ക് ഫ്രീ ആകുമ്പോൾ ഞാൻ 2 ദിവസം എൻ്റെ വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് നിൽക്കും, അങ്ങനെ ചെയ്യുക. ഇതിവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അങ്ങനെ വേറെ ഒരു വീട് എന്ന് പറയാനില്ല. അപ്പം അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ വിസിറ്റിന് ഇറങ്ങണത് കേട്ടോ. കാരണം നമ്മൾ ഒരേ സ്ഥലത്ത് നമ്മൾ പറയില്ലേ, പണ്ടുള്ള കാരണന്മാർ പറയും പശുവിനെ ഒന്ന് മാറ്റി കെട്ടണം എന്ന് പറയും. അതായത് ഒരേ സ്ഥലത്ത് കെട്ടുമ്പോൾ പശുവിന് അവിടെ നിൽക്കുന്ന പുല്ല് തിന്ന് അതിന് മതിയാവും. അതേസമയം മാറ്റി ഒന്ന് കെട്ടുമ്പോൾ അപ്പുറത്തുള്ള പുല്ലിനോട് ഒരു ഇത്തിരി ഇഷ്ടം കൂടുമ്പോൾ കുറച്ച് കൂടുതൽ കഴിക്കും. അത് തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലും. നമ്മളെപ്പോഴും ഒരേ സ്ഥലത്ത് ഇങ്ങനെ അടച്ചു കൂട്ടി നിൽക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ബോറടിക്കും. തിരിച്ച് ഒരു ദിവസം ഒരു രാത്രി അല്ലെങ്കിൽ 2 രാത്രി ഒന്ന് മാറി നിന്ന് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തു നിന്നൊരു ഫുഡൊക്കെ കഴിച്ചിട്ട് വരുമ്പോൾ നമ്മൾക്കൊരു എന്താ പറയുക, ഭയങ്കര മാറ്റം തോന്നും. നമ്മൾക്ക് ചുറ്റും ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നും. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ഇത്രയെങ്കിലും ഉണ്ട്. കുറച്ച് നാളും കൂടി കഴിയുമ്പോൾ ഈ ഓരോ മക്കളുള്ള വീട്ടുകാർക്ക് ഉണ്ടാകുന്ന അനുഭവമാണ് കേട്ടോ. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ചേച്ചിയും പോയതിന് ശേഷമാണ് പിന്നെ ഇപ്പോൾ തറവാട്ടിലായാലും അമ്മയില്ല. അപ്പോൾ അങ്ങനെ ശരിക്കും എല്ലാവരും ന്യൂക്ലിയർ ഫാമിലി പോലെ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വേണ്ടി വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം വരിക അല്ലെങ്കിൽ ഇതുപോലൊരവസ്ഥ വരുമ്പോൾ നമ്മളുടെ ബന്ധുവീടുകളിലേക്ക് നമ്മൾ മാറുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ തൃശ്ശൂരാണ് നമ്മുടെ ഒട്ടുമിക്ക ബന്ധുക്കളുള്ളത്. പക്ഷേ അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ കറണ്ട് കെട്ടുമായിരുന്നു. പിന്നെ അതല്ല, അങ്ങനെ പോയി നിൽക്കാവുന്ന ഒരു വീട് നമ്മൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വേണ്ടി വന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ഭംഗിയിൽ എന്താ പറയുക കുറേ സമയം കൂടി അവിടെ സ്പെൻഡ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഈ സമയത്ത് നമ്മൾ വിചാരിച്ചിട്ടില്ല നാളെ ഈ സമയത്ത് ഇവിടെയാവും എന്നുള്ളത്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ കാശ്മീരിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ, അതുപോലെ ഓരോ സ്ഥലങ്ങളിൽ നടക്കുന്ന ഓരോ അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഇതുപോലെയുള്ള കൊച്ചു കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഒരിക്കലുമല്ല. നമ്മൾ അനുഭവിക്കുന്നതിനെക്കാട്ടും 100 ഇരട്ടി കഷ്ടതകൾ അനുഭവിക്കുന്നവർ അപ്പുറത്തുണ്ട്. അപ്പോൾ നമ്മളത് അറിയണം. എന്നെങ്കിലും നമുക്ക് കിട്ടിയിട്ടുള്ള ഭാഗ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഇതാണ് ഉണ്ണിയാണ് ഞങ്ങളെ ഇന്നലെ വഴികാട്ടി ഇവിടെ വരെ കൊണ്ടുവന്നതും ഞങ്ങളുടെ ഇവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കിയതും. അപ്പോൾ ഇന്നലെ എനിക്ക് ഉണ്ണിയുടെ പേര് പറയാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഉണ്ണിയാണ് ഞങ്ങളെ കംപ്ലീറ്റ് എല്ലാവിടെയും കൊണ്ടുവന്ന് കാണിക്കാനായിട്ടൊന്നുമില്ല, ഞങ്ങളുടെ വഴി കാണിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ ഷെഫിനോട് പറഞ്ഞു. പിന്നെ ഷെഫിനെയൊക്കെ ഞാൻ ഇന്നലെ കാണിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പാർക്കിംഗ് ഏരിയ ആയിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് കണ്ടമാനം പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതാണ് പാർക്കിംഗ് ഏരിയ. അതായത് നമ്മളുടെ താമസിച്ച ആ റിസോർട്ടിൻ്റെ തൊട്ട് മുമ്പൊരു വഴി, അതിൻ്റെ ഇപ്പുറത്ത് ഒരു ഗേറ്റിലാണ് ഈ സംഭവം. അപ്പോൾ നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ല പാർക്കിങ്ങിനും കാര്യങ്ങൾക്കും.
അവിടെ നിന്ന് അങ്ങനെ ഇപ്പം ഇത് പകലോടെ ഞാൻ കാണിച്ചു തന്നിട്ട് ഇന്നലെ നമ്മൾ രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല. കണ്ടോ, ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഗേറ്റ് പുറത്തേക്ക് കിടക്കുകയും അങ്ങനെ ഇറങ്ങിയപ്പോൾ ഇന്നലെ വാങ്ങിയതിൽ ഒരു ലേസ് ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ലേസും രണ്ടാളും, അതായത് നമ്മുടെ പാച്ചും തോമും, അത് ഭയങ്കര ആശയക്കുഴപ്പം വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ലേസും കൂടി വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞു ഞങ്ങൾക്കും ഓരോ ലേസ് തൊട്ട് ഈ 5 രൂപയുടെ കുഞ്ഞി പാക്കറ്റ് ഉണ്ടല്ലോ, ട്രയൽ പാക്കറ്റ് പോലെയുള്ളത്, അതാണ് വാങ്ങിയത്. അപ്പോൾ അതേ പാച്ച് നോക്കുകയാണ് ഒരുപോലത്തെയാണോ അടുത്തത് വരണത് എന്നുള്ളത്. അങ്ങനെ ഒരേപോലെ ലേസും വാങ്ങി. ഞാൻ ഈ ഒരു ബിരിയാണി മിക്സ് തൊട്ട് പണ്ട് ഞങ്ങൾ എന്താ പറയുക, അയ്യന്തോൾ കോടതിയിൽ അവിടേക്ക് പോകുമ്പോൾ ഉള്ളൊരു ഓർമ്മയാണ്. അവിടെ ഇങ്ങനെ നിറച്ച് ഞാത്ത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഡിമ്പിളുടെ അങ്കിളുടെ മുകളിലുണ്ട് ജ്വല്ലാണ് ഇതിൻ്റെ ആളായിരുന്നു കേട്ടോ, ബിരിയാണി എന്ന് പറയാം. അപ്പോൾ അതിപ്പോൾ കേട്ടിട്ട് ഞങ്ങളും അറിയാമെയുള്ള സമയത്ത് ഞങ്ങളും ഇത് വാങ്ങിക്കുമായിരുന്നു. ഞാൻ സാലഡാണ് സാധാരണ ഉണ്ടാക്കാറ് കേട്ടോ, സബോളയും കാര്യങ്ങളൊക്കെ ഇട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നല്ല സംഭവം. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 2 പാക്കറ്റ് വാങ്ങി. നമ്മൾ ചില സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് പഴയ കാര്യങ്ങൾ കുറേ ഓർമ്മ വരുമ്പോൾ നമുക്കതൊന്ന് വാങ്ങിക്കണം എന്ന് തോന്നും. അങ്ങനെ വാങ്ങിയതാട്ടോ ആ 2 പാക്കറ്റ്. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അങ്ങനെ ഞങ്ങളിതാ വന്ന് ഒരു ഉച്ചയോട് കൂടിയിട്ട്, ഉച്ചയായിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങളോട് കുറേ പറഞ്ഞു ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്ന്. അപ്പോൾ എനിക്ക് ടെൻഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഓൾറെഡി കറണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിൽ എപ്പോഴും ട്രിപ്പ് ആവാറുണ്ട്. എന്തെങ്കിലും ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലൈനിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പം ട്രിപ്പാവും. അപ്പോൾ എൻ്റെ മനസ്സിലതായിരുന്നു ഇനിയിപ്പോൾ വേഗം വീട്ടിലെത്താമെന്നുള്ളത്. കറണ്ട് വന്നു എന്ന് കേട്ടപ്പോൾ പിന്നെ എനിക്ക് വേഗം വീട്ടിലെത്താമെന്നുള്ളതായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലഞ്ചിനൊന്നും നിന്നില്ല. കാരണം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഹെവി ആയിരുന്നു. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ലഞ്ചിന് വേണ്ടി കാത്തുകിടന്നു. നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് എത്തും. അപ്പോൾ പിന്നെ ഓരോ ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങി. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ നാരങ്ങ വെള്ളം നമ്മൾ എപ്പോഴും പറയും ജങ്ക് ഫുഡ് അല്ലെങ്കിൽ കൊക്കക്കോള, പെപ്സിയൊക്കെ സാധാരണ ആൾക്കാർ എന്തുകൊണ്ട് അതിലേക്ക് മാറണേന്നുള്ളത് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ സാധാരണ എന്തെങ്കിലും കുടിക്കുമ്പോൾ അങ്ങനെ വിലയൊന്നും ചോദിക്കാറില്ല. പക്ഷേ ഇന്ന് ഡോൺ കയറി വന്നിട്ട് ഒരു 35 രൂപ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളത്തിന്, ഉപ്പിട്ട നാരങ്ങ വെള്ളത്തിന്. അപ്പോൾ നാരങ്ങ സോഡയാണ്. അപ്പം ഞാൻ പറഞ്ഞു വെറുതെ അല്ല ആൾക്കാർ ഈ മറ്റേ പെപ്സി അതും ഇതൊക്കെ വാങ്ങിക്കുന്നത്. കാരണം ഷുഗർലെസ് കൊക്കക്കോളയ്ക്ക് 22 രൂപയുള്ളൂ, മറ്റേത് 40 രൂപയുള്ളൂ. അപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങിയാൽ എല്ലാവരും ഓരോ വായ കുടിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ വെറുതെ അല്ല എല്ലാവരും അങ്ങനെയുള്ള ഫുഡിലേക്ക് മാറണേന്ന് പറഞ്ഞു ഞാൻ. കാരണം ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം 35 രൂപയ്ക്ക് കുടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അതിൽ 2 ഇതിൽ കൂടിയിട്ടാണ് തോന്നുന്നുണ്ട് ഒരു സോഡ ഒഴിച്ചത്. എന്തിട്ടായാലും ഇത്തിരി കൂടുതലായിപ്പോയിട്ടോ. അങ്ങനെ ഞങ്ങളിതേ പറഞ്ഞ നേരം കൊണ്ട് ലുലുവിൻ്റെ മുമ്പിലേക്ക് എത്തി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പറഞ്ഞത് കുട്ടികൾക്ക് ചിക്കൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പാച്ചും തോമും ഈ ബ്രോസ്റ്റഡ് ചിക്കൻ ഇഷ്ടമുള്ള ആൾക്കാരാട്ടോ. ഇടയ്ക്ക് അവർക്ക് ഞങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കാണുന്നത് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത സംഭവമാവും. ചിലപ്പോൾ വല്ലപ്പോഴും പുറത്തുനിന്ന് വാങ്ങിക്കുന്നതുണ്ട്. നമുക്ക് എന്ത് സാധനം ഇപ്പോഴും വീട്ടിൽ ഉണ്ടാക്കാൻ യൂട്യൂബ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഓരോ പ്രാവശ്യവും ഉണ്ടാക്കണത് കാണിക്കാനോ ഇത് ഉണ്ടാക്കിയതാണെന്ന് പറയാനോ ചിലപ്പോൾ ഞാൻ മെനക്കെടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേര് തെറ്റിദ്ധരിച്ചിട്ട് പുറത്തുനിന്നാണ് എപ്പോഴും ഭക്ഷണം കുറവാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും കാര്യമാക്കാറില്ല. കാരണം നമുക്കറിയാലോ നമ്മളെങ്ങനെയാണ് കഴിക്കണത് എടുക്കണതെന്ന്. അപ്പോൾ ഇന്ന് കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ലുലുന്ന് ഞാനത് ബോർഡ് കാണുമ്പോൾ പറയാം കേട്ടോ, പോപ്പൈസ് എന്നാണ് തോന്നുന്നുണ്ട്. ആ ചിക്കൻ അതായത് ബോൺലെസ്സാണ്, അത് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലുലുവിൽ ഇറങ്ങാണ്ട് ഞങ്ങൾ അതിൻ്റെ വേറെ ഒരു ഫ്രാഞ്ചൈസി ഉണ്ട്, അവിടേക്കാണ് പോയത്. പക്ഷേ അവിടെ നിന്ന് അടവ്, ഞാൻ പറയാം തൃശ്ശൂർ ഒരുവിധം കടകളൊന്നും ഇന്നും തുറന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം ലുലുവിലേക്ക് കിടന്നു. അപ്പോൾ ലുലുവിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ ലിഫ്റ്റ് കയറി ഫുഡ് കോർട്ടിലേക്ക് പോവുക, ഫുഡ് കോർട്ടിൽ നിന്ന് നേരെ ലിഫ്റ്റ് ഇറങ്ങി പാർക്കിങ്ങിലേക്ക് വരിക. കാരണം അതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ അവിടെ പോകണം ഇവിടെ പോകണം, പിന്നെ ഓരോന്ന് കാണുമ്പോൾ അത് കുട്ടികളല്ലേ. പിന്നെ ഞങ്ങൾക്ക് യാത്രാക്ഷീണമുണ്ട്. സംഭവം പോയി റെസ്റ്റ് എടുത്തതാണെങ്കിലും നമ്മൾ എത്ര ഇങ്ങനെ വന്നാലും നമ്മളുടെ വീട്ടിൽ വന്നൊന്ന് കുളിച്ച് സുഖമായിട്ടും നമ്മുടെ ആ വീട്ടിലിടുന്ന നെയ്റ്റി ഡ്രസ്സൊക്കെ ഇട്ട് നിന്നാലാണ് നമുക്കൊരു സന്തോഷമുള്ളൂ. നമ്മൾ എന്താ പറയുക, അതങ്ങനെയാണ്. അത് എനിക്ക് മാത്രമല്ല, അത് നിങ്ങൾ കാണുന്ന ഓരോരുത്തർക്കും അറിയാം. നമ്മൾ എത്ര ലക്ഷറി സ്ഥലത്തേക്ക് പോയാലും നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ ബാത്റൂമിലൊന്ന് കുളിച്ച് നമ്മൾ സാധാരണ ഇടാറുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഒന്ന് നമ്മുടെ കട്ടുമ്പോൾ ഒന്ന് കിടന്നുറങ്ങുമ്പോൾ ആ കിട്ടുന്ന സുഖം എവിടെ പോയാലും എന്നെ സംബന്ധിച്ച് പറ്റാറില്ല. ഞാൻ ചുറ്റുള്ളവരോട് ചോദിക്കുമ്പോഴും എല്ലാവരും പറയുന്ന ഒരേ കാര്യം അത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളത് ഈ പോപ്പീസിൽ കയറി. അപ്പോൾ ഇങ്ങനെ കയറുമ്പോൾ ഡോണും പിള്ളേരുമാണ്.
ഡോണും ഡിവൈനും ഓച്ചുമാണ് കയറി എന്താ വേണ്ടതെന്ന് പറയാം. ഇപ്പോൾ ആൻസറുള്ള സമയമാണെങ്കിൽ ആൻസറിനെയും ഡിവൈനെയും കെട്ടി വിടും, എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോന്നുണ്ട്. അവർ രണ്ടുപേരാകുമ്പോൾ നോക്കി വാങ്ങി വരും. അങ്ങനെയൊക്കെയാണ് പതിവ് കേട്ടോ. അങ്ങനെ ഇവർ ഇതേ 3 പേരും മറ്റു 2 പേരും ഞാൻ മേശപ്പുറത്ത് പിടിച്ചെടുത്ത് ഞാനും ഡാഡി അവരെ നോക്കിയിരിക്കുകയാണ്. ചാക്കോച്ചൻ പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇതേ ബോൺലെസ്സിൽ പല ഫ്ലേവറാണ്. മറ്റേ എന്താ പറയുക, മധുരമുള്ളതുണ്ട്, സ്വീറ്റ് ആൻഡ് സോറുണ്ട്, സ്പൈസി ഉണ്ട്, അങ്ങനെ 2-3 പാറ്റ്. അപ്പോൾ അവിടെ ഓഫേഴ്സും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം നിന്ന് വാങ്ങി. അപ്പോൾ ചാക്കോച്ചന് ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ചാക്കോച്ചന് ജസ്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് മാത്രം അപ്പുറത്തുനിന്ന് വാങ്ങി. അപ്പോൾ ഡിവൈന് നമ്മുടെ എന്ത് സംഭവമാണ്, പാവ് ബജി, മറ്റേ പാനിപ്പൂരി കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായപ്പോൾ പാനിപ്പൂരിയും വാങ്ങി. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ഇതിലുള്ളതാണ് കേട്ടോ, നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയിട്ടുള്ളതല്ല, ഒറ്റ ഓഫർ കോംബോ സംഭവമാണ് ഇത് മുഴുവൻ. അപ്പം അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആസ്വദിച്ച് കഴിച്ചു. തോമൂനായാലും പാച്ചുവിനായാലും ബോൺലെസ് ആയതുകൊണ്ട് കൊടുക്കാനായിട്ട് നമുക്കും വലിയ കുഴപ്പം തോന്നിയില്ല. കാരണം അവർ കഴിക്കുന്നത് മുഴുവനോടെ ചെല്ലുമല്ലോ. ഈ ബോണായിട്ടാകുമ്പോൾ അവർ എപ്പോഴും കുറച്ച് കടിച്ചിട്ട് അവിടെ വെച്ചിട്ട് പോവുക ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ആകുമ്പോൾ കുഴപ്പമില്ല. അതാണ് ഞാൻ ചിക്കൻ നന്നാക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 3-4 പീസ് ബോക്സ് ആക്കിയിട്ട് വെക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പറയുന്നവർക്ക് ഓർത്താലറിയാം, ഈ 4 ബോക്സിലത്തെ കറികൾ വെക്കുന്നത് ഞാൻ കാണിക്കാറില്ല. അത് സാധാരണ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനോ കുട്ടികളോ ബ്രോസ്റ്റഡിൻ്റെ മിക്സ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാം. അത് ഉണ്ടാക്കിയിട്ട് അതിൽ വറുത്തിട്ടാണ് പിള്ളേർക്ക് കൊടുക്കാറ് കേട്ടോ. പിന്നെ സോസ് ആയാലും നിങ്ങൾക്ക് തക്കാളി വില കുറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സോസ് ഉണ്ടാക്കാം. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നൊരു സംഭവമാണ് സോസ്, മയോണൈസ്, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇത് കണ്ടു, നമ്മുടെ നടത്തറ ഹോട്ട് ഓവൻ തൊട്ട് നമ്മളുടെ പൂച്ചട്ടി ഇടയിൽ വരെയുള്ള അവിടെ, അതായത് നമ്മളുടെ വരുന്ന വഴികൾ ഉണ്ടായിരുന്നല്ലോ, അവിടെ വന്നിട്ടുള്ള നാശനഷ്ടങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ. കമ്പിയൊക്കെ പൊട്ടി കണ്ടു, ഇത് മൊത്തം. അതാണ് അവിടെ കറണ്ടിൻ്റെ പ്രശ്നം ഞങ്ങളുടെ വശത്ത് ഭയങ്കര രൂക്ഷമായെന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോഴും ഇപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തും ചില ഭാഗങ്ങളിലൊന്നും കറണ്ടേ ഇല്ല. ഞങ്ങൾക്ക് എന്തോ ഭാഗ്യത്തിന് വന്നും പോയും നിൽക്കുകയാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല, ഫ്രിഡ്ജിലെ സാധനങ്ങൾക്കൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ പേടിച്ച പോലെ തന്നെ ട്രിപ്പായി കിടക്കായിരുന്നു. പക്ഷേ വന്നപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആക്കി. അപ്പോൾ ഇവിടെയൊക്കെ എന്താ പറയുക, ഫുൾ എന്താ പറയുക നാശനഷ്ടങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടേത് വീടിൻ്റെ അവിടേക്ക് എത്തി. വീടിൻ്റെ അവിടെ ദൈവം സഹായിച്ച് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. കുറേ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മരങ്ങൾ വീഴുകയും എടുക്കുകയൊക്കെ ചെയ്തെങ്കിലും ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ മുകളിൽ നോക്കി ഒറ്റ ചട്ടിയില്ല, കംപ്ലീറ്റ് പറന്നുപോയി. അത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ പെറുക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി അത് ഒന്നേന്ന് വെച്ചിട്ട് നടണം. അങ്ങനെ സമയം 1:45. കുറച്ചും കൂടി നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ മെഴുതിരി കത്തിച്ച് സമയം എടുത്തത് കേട്ടോ. ശരിക്കും 1:30 ആയപ്പോഴേക്കും എത്തി. കാരണം 1:30 അല്ല, 1:15 എത്തി. കാരണം എനിക്ക് കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്ത് സെൻഡ് ചെയ്യാണ്ടായിരുന്നു അത്യാവശ്യമായിട്ട്. അപ്പോൾ ഇത് ഞായറാഴ്ച കല്യാണമുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇന്ന് അയച്ചാലേ അത് നാളെ കിട്ടുള്ളൂ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തിരക്കിട്ടിട്ട് ഈ പാക്കിങ് അവസാനിച്ചു. അല്ലെങ്കിൽ ഞാൻ ഇന്ന് കൊറിയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ 1:15 ആയപ്പോൾ എത്തിയപ്പോൾ 2 മണിക്ക് നമുക്ക് 2-2:30 വരെയുണ്ട് പോസ്റ്റ് ഓഫീസ്. അപ്പോൾ നമ്മൾ വരുമ്പോഴാണ് ഒരു ലെറ്റർ എടുക്കണോ, പോസ്റ്റ്മാൻ വന്നു പോയി ഓൾറെഡി. അപ്പോൾ 1-2 കൊറിയറും സംഭവം പാർസൽ ലെറ്ററൊക്കെ ഉണ്ട്, വന്ന് വാങ്ങിക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ എന്താ പറയുക സുഖമായിട്ട് കിടന്നൊന്ന് ഉറങ്ങിയിട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു കല്യാണ പാർട്ടിക്കുള്ളതാണ്. റൂബിയും പിന്നെ കോറൽ, പിന്നെ നമ്മളുടെ നല്ല തരമാണ്. ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരു വെറൈറ്റി കോറലിൻ്റെ മാലയാണെന്ന് പറഞ്ഞില്ലേ, അത് മറ്റേ കമ്മലും അതെ കേട്ടോ, കോറലും റൂബിയും കൂടിയുള്ള ഒരു മിക്സാണ്. അതും ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക കോമ്പിനേഷനാണ്. പിന്നെ നമ്മുടെ ഈ മാല, ഇത് ഏതോ ഒരു കൂട്ടരുടെ താലിയാന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയും ഇടുന്നുണ്ട് കേട്ടോ, എല്ലാവരും ഇടുന്നുണ്ട്, ഇന്ന ആളെന്നല്ല എല്ലാവരും ഇടുന്നുണ്ട്. അതുകൂടാണ്ട് ഈ കരിമണി, ഇതൊക്കെ എനിക്ക് അത്യാവശ്യമായിട്ട് അയക്കേണ്ടതായിരുന്നു, ഒരു കല്യാണ പാർട്ടിക്ക് ഉള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ അയച്ചിട്ട് വന്നിട്ട് അയക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനത് കൊറിയർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ നേരത്തെ വന്ന കാരണം കൊറിയറിൻ്റെ ആവശ്യം വന്നില്ല, വേഗം നമുക്ക് അയക്കാനുള്ള സമയം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും, ഞാൻ പറഞ്ഞില്ലേ സുഖമായിട്ട് കിടന്നുറങ്ങിയെന്ന് പറഞ്ഞില്ലേ, ഉറങ്ങി എണീറ്റ് ചായ വയ്ക്കാനായിട്ട് റെഡിയായി. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇത്തിരി നേരം കൂടുതൽ കിടക്കാമെന്ന് വെച്ചാലും നിവൃത്തിയൊന്നുമില്ല, അവരെന്നെ വിളിച്ചുണർത്തുട്ടോ, കുറച്ച് എണീപ്പിക്കും. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ഈസ്റ്ററിൻ്റെ തലേദിവസം പത്തിരി
വാങ്ങിച്ചതാണ്. പക്ഷേ എനിക്ക് ഫ്രിഡ്ജിൽ വെച്ച് പോയിട്ട് പിന്നെ അത് എടുക്കാനായിട്ട് ഒരു വിഷമം. അപ്പം ഞാനതെടുത്ത് പൊടിച്ച് അവർക്ക് വേണ്ടിയിട്ട് എടുത്തു. അതുകൂടെ തന്നെ കുറച്ച് ചോറും വേവിച്ച് അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇറച്ചിയുടെ കറിയുടെ ചാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഇറച്ചി ഉണ്ടാക്കുമല്ലോ, അപ്പോൾ കട്ട്ലേറ്റിലേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ചാറുണ്ടാവില്ല, മസാലയോട് കൂടിയുള്ള ചാറ്, അത് ഞാനൊരു കണ്ടെയ്നറിലാക്കി വെക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ മീൻ വറുത്ത വെളിച്ചെണ്ണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്കത് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമായി ഇത് കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഇത് പട്ടിക്കുള്ള എല്ലാ സംഭവങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതും പാക്ക് ചെയ്ത് വെച്ചു. അങ്ങനെ സന്ധ്യ നേരമായി. അപ്പോൾ അതേ നമ്മുടെ പിള്ളേർസ് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് പാല് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അവർ ഭക്ഷണത്തിനുള്ള ഇതാണ്. അപ്പോൾ ഞാൻ പോയി അവർക്ക് വാരി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്വസ്ഥത ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് ഇത്തിരി ലേറ്റായി. പക്ഷേ എണീറ്റ് പാൽ കുടിക്കാനും കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ ഇന്ന് അക്കിയുടെ വീട്ടിലേക്കാണ് 8 മണിയാകുമ്പോൾ പോയത്. കുറേ അക്കി ശരിക്ക് 5 മണിക്ക് റോസ വരുമെന്ന് പറഞ്ഞെങ്കിലും നമുക്കത് പോകാൻ പറ്റിയില്ല കേട്ടോ. ഡോൺ വരാൻ ലേറ്റായി. ഡോണിൻ്റെ അവിടെയും ഈ പറഞ്ഞ പോലെ കുറേ പണികളും കാര്യങ്ങളൊക്കെ വന്നു. അപ്പം ഞാൻ അടുക്കളയത്തെ കുട്ടികളുടെ വെള്ളം തിളപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നീങ്ങിയപ്പോൾ ഞാൻ പതുക്കെ രാത്രി വന്നിട്ട് അടിക്കാനുള്ള സാധനങ്ങൾ എടുത്ത് പുറത്ത് വെച്ചു. കാരണം നമ്മളിത് ഉഴുന്നും അരി അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കറണ്ട് പോയതും പിന്നെ ഉണ്ടായി ഈ പ്രതിഭാസങ്ങൾ മൊത്തം. അപ്പോൾ ഞാൻ വേഗം അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി നേരെ ആപ്പിളിലേക്കാണ് പോയത്. കൊഴുക്കുള്ളിയിലുണ്ട് ഒരു ആപ്പിൾ ബേക്കറി കേട്ടോ. അവിടെയാണ് അവരുടെ വീട്. നമ്മൾ അന്നാൾ പോയത് അവരുടെ മെയിൻ സ്ഥലത്താണ് കേട്ടോ, തറവാട്ടിലാണ് അന്ന് നമ്മൾ കണ്ടത്, അവരുടെ അമ്മയൊക്കെ കണ്ടത്. അങ്ങനെ അവിടെ നിന്ന് കപ്പ് കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഓൾറെഡി സിപ്പപ്പും കാര്യങ്ങളും ഇവിടെ വാങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതേ വന്നു, കാരണം റോസ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നേരം കൂടാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ ഒരു കൂട്ടായ്മ തന്നെ ഏത് കാലത്തും ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ രാത്രി എല്ലാ കറികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പോൾസാറിൻ്റെ പെങ്ങളുടെ മോളും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പകലും വെക്കേഷനായി കഴിഞ്ഞ് ഇങ്ങനെയാണ് നമ്മളുടെ ബന്ധുക്കളും ആൾക്കാരൊക്കെ ഇടയിൽ ഓരോ ദിവസം വരും. അപ്പോൾ അവർ വരുന്ന സമയത്ത് നമ്മളെ വിളിക്കും. അപ്പോൾ നമ്മൾ ഒന്നിച്ച് കുറച്ച് നേരം ഇരിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ കുട്ടികൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കുട്ടികൾക്ക് ആകെ കളിക്കാനുള്ളത് ഇവിടെ തക്കുട് വരുമ്പോൾ അവനാണ് ഇനി വരിക. ഇനി ബാക്കി ഇപ്പോൾ ഇവിടെ 4 പേരുണ്ട്, ഇനി 3 പേരും കൂടി വരാനുണ്ട്. നമ്മുടെ ആൻഡ്രു, ഗബ്രു, പിന്നെ ബെന്നുട്ടൻ. അവരും കൂടി വന്നു കഴിഞ്ഞാലാണ് കുളം ശരിയാവുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പാച്ചുവിനെ സംബന്ധിച്ച് അവിടെ ഇഷ്ടം പോലെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ തോമൂനെയും പാച്ചുവിനെയും സംബന്ധിച്ച് അവിടെ ഡിവൈൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഡിമ്പിളും പാച്ചുവും മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറേ പിന്നെ പുറമേക്കുള്ള കുറേ ബന്ധുക്കൾ ഇല്ലാത്ത കാരണം ഞാൻ എപ്പോഴും പറയും ഈ കുട്ടികളാണ് എപ്പോഴും നമുക്ക് കൂടെ ഉണ്ടാവുക എന്ന് പറയും കേട്ടോ ഞാൻ. അങ്ങനെ ചേച്ചിക്ക് തീരെ വയ്യ. ചേച്ചിക്ക് കാലുവേദനയുണ്ട്. വസന്തേച്ചിയുടെ കാര്യം കേട്ടോ പറയണേ. പിന്നെ പല്ലുവേദനയുണ്ട്. അപ്പോൾ നാളെ പറ്റിയെങ്കിൽ പല ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അക്കി പറയായിരുന്നു നാളെ എങ്ങനെയെങ്കിലും അത് ചെയ്തോളൂ, ചേച്ചിക്ക് തീരെ വയ്യ എന്നുള്ളത്. അങ്ങനെ ചേട്ടന്മാർ ഒരു വശത്തിരുന്ന് വർത്താനം പറയണു. ഞങ്ങളുടേതായ കാര്യങ്ങളിൽ നിൽക്കണു. അവിടെ തക്കുടും 2 പിള്ളേരും കൂടിയിട്ട് അവരവിടെ പുറത്തിരിക്കണു. പിന്നെ എനിക്ക് തോന്നുന്നു ചാക്കോ റോസേരോ ഒക്കെ താൻ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല മേളമായിരുന്നു. ആ മേളമൊക്കെ എൻ്റെ ഫോണിലില്ല. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ പിന്നെ അവിടെ അവിടെ ഇരുന്നു. ഞാൻ അവിടെ ചെന്ന് അങ്ങനെ ചേച്ചി എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഒരു കസേര ഇട്ടിട്ട് വരുവോളം അവിടെ ഇരിക്കും. കാരണം ചേച്ചിയെ സംബന്ധിച്ച് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും വർത്താനം പറയുക, പഴയ കാര്യങ്ങൾ പറയുക, അതൊക്കെയാണ് ആളുടെ സന്തോഷം. പിന്നെ അപ്പോൾ ആളവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഇപ്പുറത്തൊക്കെ പോയി ഇരിക്കുമ്പോൾ എനിക്കെന്തോ അത് പറ്റില്ല. അങ്ങനെ വസന്തേച്ചി ഉണ്ടാക്കിയതാണ് ചിക്കൻ റോസ്റ്റ്, കോഴിയും കുമ്പളങ്ങയും, മീൻ വറുത്തത്, പിന്നെ മാങ്ങ മോരൊഴിച്ച് വെച്ചിട്ടുള്ള ഒരു സംഭവം. പിന്നെ പിന്നെയും ഉണ്ടായിരുന്നല്ലോ, എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ മറ്റേ ചേന ഉപ്പേരി റോസയുടെ ഫേവറേറ്റാണ്. അപ്പോൾ എപ്പോഴും ഞങ്ങളിങ്ങനെ വെച്ചാൽ റോസയ്ക്ക് ഇഷ്ടമുള്ള റോസ വരുമ്പോൾ എന്തെങ്കിലും അവൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വിഭവം ഉണ്ടാവും കേട്ടോ. അപ്പോൾ റോസയുടെ കൂടെ തോമിങ്ങനെ ഒട്ടിയിരിക്കുക. തോമിന് റോസമായി മതി എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കണേ. അപ്പോൾ ചാക്കോച്ചൻ്റെ മേലൊക്കെ വെള്ളമായപ്പോൾ ഡ്രസ്സ് ഊരിയപ്പോൾ പാച്ചുവിനും ഡ്രസ്സ് ഊരണം. അപ്പോൾ ചാക്കോ എന്ത് ചെയ്യണം അതൊക്കെ പാച്ചുവും ചെയ്യും. അങ്ങനെ റോസമ്പായുടെ ഇടവും മലോ 2 ആളും ഇരിക്കുകയാണ്. അപ്പോൾ ആൻഡ്രും ഗബ്രും കാണണ്ട, അവരുടെ വല്യമ്മയാണ്. അങ്ങനെ കളിയും ചിരിയൊക്കെ ഒരു 2-3 മണിക്കൂർ ഞങ്ങൾ അവിടെ ഇരുന്നു. അതായത് 8 മണിക്ക് പോയി 10:30 10:45 ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ കേട്ടോ. 2-2.5 മണിക്കൂറോളം ഇരുന്നു. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ വലിയ ഡാഡി ഓൾറെഡി കപ്പലണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എപ്പോൾ വരുമ്പോഴും ജോർജേട്ടൻ രാത്രി പൊതി കപ്പലണ്ടി കൊണ്ടുവരും. അപ്പോൾ നല്ല ചൂടുള്ള, ഞാൻ പറയായിരുന്നു അതിൻ്റെ ടേസ്റ്റ് വേറെ എവിടെ നിന്ന് വാങ്ങിച്ചാലും കിട്ടില്ല എന്ന്.
അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവിടുത്തെ നട എല്ലാവരും പറയും പ്രത്യേക തരം രൂപങ്ങളുള്ള ഒരു നടയാന്ന് പറയും. കാരണം എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെയുള്ള രൂപങ്ങൾ. യൂദാശ്ലീഹയുടെ രൂപം നടയിൽ സാധാരണ നമ്മളുടെ വീടുകളിൽ വെക്കാത്ത നല്ല രൂപങ്ങളാണ് കേട്ടോ ചേച്ചിയുടെ അവിടെ. അപ്പോൾ കുറേ പേര് പറയും അവിടെ ചെല്ലുമ്പോൾ ആ നടയെടുത്ത് കാണിച്ചോളൂ. അതുകൊണ്ടാണ് ഞാനത് കാണിച്ചത്. പെട്ടെന്ന് കടന്നു പോയെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അടുത്ത പ്രാവശ്യം ഞാൻ കറക്റ്റായിട്ട് എടുത്ത് കാണിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് വെക്കാം ഞാൻ. അങ്ങനെ ഞങ്ങളിതേ വന്നപ്പോൾ ഡിവൈൻ നോക്കുകയാണ്, ചെടികൾ പോയ വിശേഷവും കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ അപ്പുറത്ത് നല്ലൊരു വേപ്പായിരുന്നു, അത് ശരിക്കും ഒടിഞ്ഞ പോലെ അതിൻ്റെയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കെട്ടി വെച്ചപ്പോൾ ഭയങ്കര സേഫായിട്ട് നിൽക്കണുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ അകത്ത് കയറി ചേട്ടനും അനിയനും എന്തേ കപ്പ് കേക്ക് കഴിക്കണം. ഞങ്ങൾ ഇറങ്ങണ നേരത്താണ് കപ്പ് കേക്ക് എടുത്തത്. അങ്ങനെ ദേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഞാൻ പോകുമ്പോൾ ഉഴുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും കൂടി ഇതേ കവിഞ്ഞൊഴുകി. അത് പകുതിയിലടിച്ച നേരത്താണ് കറണ്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഡിമ്പിളും കൊച്ചും കുളിക്കാൻ കയറി. ഡോൺ പിള്ളേരെയും കൊണ്ട് പോയി. ഞാൻ ഈ പട്ടികളുടെ കാര്യങ്ങൾ നോക്കുമ്പോഴേക്കും ഡിവൈൻ ബാക്കി മാവ് അടിച്ച് റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇവർക്ക് നേരത്തോടെ ഞാൻ പറഞ്ഞില്ല എല്ലാം കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ ഇവിടെയൊക്കെ ഇന്നലെ അടിച്ചു വാരിയ കാരണം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ചട്ടികൾ ഫുള്ള് രണ്ടാമത് മണ്ണൊക്കെ നിറച്ച് വെക്കണം. മുകളിൽ കംപ്ലീറ്റ് പണികൾ കുറേ ഉണ്ട്. ഇനിയിപ്പോൾ നാളെയൊക്കെ അതുമ്മ നിൽക്കണം. ഞാൻ പറയും നേരമില്ലാത്തടത്ത് ഓരോ പണി തരണതാണ്. പക്ഷേ ഇങ്ങനെയല്ലേ ആയുള്ളൂ, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ആശ്വസിക്കാം. നമ്മളെപ്പോഴും നമ്മൾക്ക് കിട്ടിയ നന്മകൾ ഓർക്കണം. നമുക്ക് വന്ന കഷ്ടപ്പാടുകളേക്കാൾ കൂടുതൽ നമുക്ക് എന്താണോ നന്മ കിട്ടിയിട്ടുള്ളത് അത് വേണ്ടേ നമ്മൾ ഓർക്കാനായിട്ട്. അപ്പം ഞാൻ കുട്ടികളോടും പറയും അങ്ങനെ ചെയ്യാവൂ, അല്ലാണ്ട് അയ്യോ അയ്യവത്തോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയും ഞാൻ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഡിവൈനും കയറിപ്പോയി. ഞാൻ പിന്നെ ഫുള്ള് നോക്കുകയാണ് എന്തൊക്കെയാണ് എവിടേക്കാണ് കുറവ് കാര്യങ്ങൾ, അതുപോലെ ട്രിപ്പായിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം കിടക്കാൻ. ട്രിപ്പായി അപ്പം തന്നെ അറിയും കേട്ടോ നമ്മൾ. കാരണം മുകളിൽ AC വർക്ക് ചെയ്യില്ല, ടപ്പെന്ന് വെച്ചിട്ട് പോകും. അപ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഇന്ന് രാത്രി വൈകുന്നേരം ഞങ്ങൾ പോണതിന് മുമ്പ് ഡാഡി പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങൾ, അതായത് നാളെ പോസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം ഞാൻ ഇന്ന് സംഭവം പാക്ക് ചെയ്ത് വെക്കാൻ, അല്ല അഡ്രസ്സൊക്കെ എഴുതി വെക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇരുന്നപ്പോൾ ഉറക്കം വരിക. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഫോട്ടോ എടുക്കാം, ബാക്കി അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഡാഡിയോടൊക്കെ പറഞ്ഞിട്ട് ഞാൻ ബോക്സും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചു, ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് ഇടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ പ്ലേറ്റ് ചെയ്തിപ്പോൾ വന്നതാട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 2 ദിവസം മുമ്പ് ഞാൻ സ്റ്റാറ്റസിൽ കുറേ കമ്മലുകൾ, കുറേ തരം സ്റ്റഡുകൾ കാണിച്ചിരുന്നു. പ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, മെറ്റീരിയലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പ്ലേറ്റ് ചെയ്ത് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാറ്റസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇതെന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഇത്രയ്ക്കൊക്കെയുള്ളൂ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എന്താ പറയുക, എല്ലാം ഇതുപോലെ ഭംഗിയാക്കി തന്ന തമ്പുരാൻ 1000 നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷമായിട്ട് ഞാൻ വേഗം വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.